ഗുഡ് മോർണിംഗ്. ഇന്നൊരു ചെറിയ ഷോപ്പിംഗ് വ്ളോഗാണ്. അധികം വലുതൊന്നുമല്ല, ഒരു കുഞ്ഞു ഷോപ്പിംഗ് വ്ളോഗ്. ഇവിടെ ഇന്ന് മഴയൊക്കെ ഉള്ളൊരു ദിവസമാണ്. ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ പോകുമ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നേ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പുറത്തുനിന്നാണ്. മാസത്തിലൊരു ദിവസമെങ്കിലും പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാൽ നമുക്കൊരു സന്തോഷമല്ലേ. അതുകൊണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നാണ്. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് മസാല ദോശയും വടയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഷോപ്പിലെത്തി. ഞങ്ങൾ ആദ്യം പോവാൻ ഫിഷിൻ്റെ ഏരിയയിലേക്കാണ്. ഫിഷ് സെലക്ട് ചെയ്ത് അത് കട്ട് ചെയ്യാൻ കൊടുത്തിട്ടാണ് ബാക്കി സാധനങ്ങളൊക്കെ എടുക്കാൻ പോവുക. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് തിരിച്ചെത്തുമ്പോഴേക്ക് ആ ഫിഷ് അവിടെ കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ടാവും. പിന്നെ ഞാൻ നേരെ പോയിട്ടുണ്ടായിരുന്നത് കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ എടുക്കാനാണ്. തക്കാളിക്ക് ഇപ്പോൾ ഇവിടെ നല്ല റേറ്റാണ്. 6 ദിർഹത്തിൽ കൂടുതലുണ്ടായിരുന്നു ഇവിടെ തക്കാളിക്ക്. അതിൽ നിന്ന് കുറച്ച് പരതി പിടിച്ച് ചെറുതൊക്കെ നോക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് മെയിനായിട്ട് വേണ്ടിയിരുന്നത് തേങ്ങയാണ്. പക്ഷെ അവിടെ തേങ്ങ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നേരെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോയി. ഈ ബ്രെഡും ബണ്ണൊക്കെ കിട്ടുന്ന സ്ഥലത്ത് ഇവിടുന്ന് ഞാനൊരു ബർഗർ ബൺ എടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഫിഷും പാലൊക്കെ മേടിക്കാനാണ്. ഷോപ്പിൻ്റെ ഉള്ളിൽ അവിടെ ഇവിടെയൊക്കെ ഒന്ന് നടന്ന് ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് കിച്ചൺ ഐറ്റംസൊക്കെ കിട്ടുന്ന പാത്രങ്ങളൊക്കെ കിട്ടുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാനൊരു കുഞ്ഞു ഓർഗനൈസർ കണ്ടു. പൊട്ടും ചീർപ്പും വളയും മാലയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി മേടിച്ചതാണ്. ഞാൻ ഈ കളറല്ല എടുത്തിട്ടുണ്ടായിരുന്നത്, നല്ല പിങ്ക് കളറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ താഴെ കാണുന്നുണ്ട് ഒരു പിങ്ക് കളർ, അതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിന് 7 ദിർഹമായിരുന്നേ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലെത്തി. അപ്പോഴത്തേക്ക് ആകാശം ഒന്ന് കറുത്തിരുണ്ടിരുന്നു. നല്ല മഴക്കുള്ള കോളാണ്. അപ്പം ഇനി നമുക്കിതൊക്കെ ഒന്ന് അടുക്കിപ്പെറുക്കി വെക്കണം. ഫ്രിഡ്ജിൽ വെക്കാനുള്ള ഈ ഒരു ബോക്സ് ഞാൻ ടെമോന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇതിനൊരു അടപ്പും കൂടിയുണ്ട്, നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതിലാണ് ഞാൻ വലിയ വലിയ സാധനങ്ങളൊക്കെ, പച്ചക്കറികളൊക്കെ അതിലിട്ട് വെച്ചിട്ട് അതിൽ വയ്ക്കും. പിന്നെ ലീഫ് ഉണ്ടാവുമല്ലോ, കൊറിയൻഡർ ലീഫും മിൻറ്റ് ലീഫും, ഇതൊക്കെ ഞാൻ ഇട്ട് വെക്കുന്നത് ഈ ഒരു ബോക്സിലാണ്. അപ്പോൾ ലീഫ് ഇട്ട് വെക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ ടിഷ്യൂ പേപ്പർ ഒന്ന് അടിയിൽ വെക്കും. എന്നിട്ട് ലീഫിൻ്റെ ഈ കെട്ടൊക്കെ അഴിച്ച് അതിലേക്ക് അങ്ങ് വയ്ക്കും. എന്നിട്ട് ഇതിൻ്റെ ഏറ്റവും മുകളിലും 2 ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് സംഭവം അടച്ചവിടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കും. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കി ടിഷ്യൂ പേപ്പർ ഞാൻ മാറ്റി കൊടുക്കാറുണ്ട്. പിന്നെ പച്ചമുളകൊക്കെ ഇട്ടേക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ചെറിയൊരു ബോക്സും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 3 എണ്ണം. അതും നല്ല യൂസ്ഫുള്ളാണ്. പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഈ സാധനങ്ങളൊക്കെ ഞാൻ ഈ കുഞ്ഞു ബോക്സിലാണ് ഇട്ട് വെക്കുന്നത്. ഇത് നീളത്തിൽ നല്ല ചെറുതായതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ നല്ല സ്പേസ് കിട്ടും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ. ഇതൊരട്ടിയിലങ്ങ് അവിടെ നിന്നോളും. ഫിഷ് ഞങ്ങൾ ഒരു ദിവസം ഇടവിട്ടിട്ട് പോയി മേടിക്കും. അതുകൊണ്ട് തന്നെ കുറേ ഫിഷൊന്നും മേടിച്ച് വെക്കാറില്ല. അപ്പോൾ അയലപ്പാരയാണ് ഇന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകാൻ വെച്ചു. തേങ്ങ കിട്ടാത്തത് കൊണ്ട് തന്നെ നല്ല മുളകിട്ട് വെക്കാനാണ് തീരുമാനം. അപ്പോൾ അതൊക്കെ അവിടെ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇവിടെ മഴ പെയ്തു തുടങ്ങി. നല്ല മഴയാണ്, നല്ല കാറ്റുമുണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും.